മോദി സർക്കാരിനെതിരെയുള്ള സമരം വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ഇതുവരെ ഒരു മാസത്തോളമായി നടത്തി വരുന്ന സമരത്തിന്റെ പുതിയ മുഖം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. സമരത്തിന് കോൺഗ്രസ് ഉൾപ്പെടെ, കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി, പിന്നെ കേരള മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയിരിക്കുന്നു. സമരത്തിനിടയ്ക്ക് സംഘർഷാവസ്ഥ വരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്തു നിൽക്കുന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് എന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത് മാത്രമല്ല, കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചത് മാത്രമല്ല, മോദി സർക്കാരിന് ഇത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ അവഗണിച്ചുകൊണ്ട് പോകാന്നുള്ളൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് കൈവിട്ടു പോവുകയാണ്. അപ്പോൾ പുതിയ പിന്തുണ കോൺഗ്രസ് കൂടി നൽകുന്നതോടുകൂടി ശരിക്കും മോദി സർക്കാരിന് ഒരു ഭയം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഈ ഒരു വിഷയത്തിൽ ഇനി എന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് നമുക്കറിയില്ല. സമരക്കാർ മുന്നോട്ട് വെക്കുന്നത് പോലെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമോ, അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അത് സമരക്കാരുടെ വിജയവും കേന്ദ്ര സർക്കാരിന്റെ പരാജയവുമാണെന്ന് പറയേണ്ടി വരും. ഇതിനു മുൻപ് നമുക്കറിയാം, ഇതിനു മുൻപും സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പാർട്ടിയുടെ പിന്തുണയൊന്നും ഇല്ലാതെ തുടങ്ങിയ സമരങ്ങൾ പിന്നീട് വലിയ രീതിയിൽ, പക്ഷെ അന്ന് ഭരിക്കുന്ന കോൺഗ്രസ് ആയിരുന്നു, അവർ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ സമരക്കാരോട് സംസാരിക്കാനിടയാക്കി. അതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയം, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു പരാജയം നേരിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് BJP ഇവരെ അവഗണിക്കുന്നതാണ് നല്ലത്, ഈ വിഷയത്തിൽ കയറി പിടിച്ചാൽ അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ്. കാര്യം കോൺഗ്രസിന്റെ അവസ്ഥ തന്നെ ഞങ്ങൾക്ക് വരും. കോൺഗ്രസ് അതിൽ നിന്ന് പാഠം പഠിച്ചോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ അതിൽ നിന്നൊരു പാഠം പഠിച്ചത് BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആ വിഷയത്തിൽ ഒരു അവഗണനയുടെ സ്വരം അല്ലെങ്കിൽ അവഗണനയുടെ മനോഭാവം എടുത്തത്. എന്നാൽ അത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് പറയാൻ കോൺഗ്രസിന്റെ കൂടി, പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ ലഭിക്കുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. CJPക്ക് പിന്തുണയുമായി അവരവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ, CJP തെരുവിലുണ്ട്, കൂടെ പ്രതിപക്ഷം കൂടി ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ BJPക്ക് അത്ര എളുപ്പമല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് 15 വർഷം മുമ്പ്, ഏകദേശം 2011, 12, 13 വർഷങ്ങളിലായിരുന്നു മുമ്പ് ഈ അണ്ണാ ഹസാരെയൊക്കെ ഉൾപ്പെടുത്തി കെജ്രിവാളിലൊക്കെ വന്നിട്ട് ഈ അന്നത്തെ UPA സർക്കാരിനെതിരെ സമരം തുടങ്ങിയത്. അത് വൻ സമരമായി, അത് ജനശ്രദ്ധ ആകർഷിച്ചു. അന്ന് ഒരു കാരണം ഉണ്ടായിരുന്നു, 2G സ്പെക്ട്രം പോലെയുള്ള അഴിമതികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇതിന് അന്നത്തെ കാലത്ത് ഒരു ജനപിന്തുണ ഉണ്ടായിരുന്നു. അതായത് ഒരു അഴിമതിക്കെതിരെ നടന്ന പോരാട്ടമായിരുന്നു, രാഷ്ട്രീയമായുള്ള ഒരു പോരാട്ടമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു 15 വർഷത്തിനുപ്പുറം സമാന അവസ്ഥയിൽ, വിഷയം ചെറിയ മാറ്റമുണ്ടെങ്കിലും സമാന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിൽക്കുന്നത്. ഇതേപോലെ തന്നെ ഇതേ സ്ഥലത്ത് ജന്തർ മന്ദിറിൽ തന്നെ നിരാഹാര സമരം നടക്കുന്നു. സോനം വാങ്ചുകിയുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങുന്നു. ജനപിന്തുണ ഇപ്പോഴും വീണ്ടും ജനങ്ങളുടെ പിന്തുണ കൂടി. നേരത്തെ സോഷ്യൽ മീഡിയയിലായിരുന്നു കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്, അതായത് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരണം, പ്രതിഷേധം ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നേരിട്ട് ആൾക്കാർ വന്നിട്ട് അവിടെ സമരം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമൊക്കെ നടത്തി. അതിന്റെ പിന്നാലെയാണ് കോൺഗ്രസ് കൂടി ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയത്. അപ്പൊ സമരത്തിന്റെ മുഖം തന്നെ മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 15 വർഷം മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥ, അന്ന് UPA സർക്കാരിനെ പുറത്താക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 15 വർഷത്തിന് ശേഷം മോദി സർക്കാരിന്റെ ഈ ഏകാധിപത്യ ശൈലി, അല്ലെങ്കിൽ ഈ യുവാക്കൾ അനുഭവിക്കേണ്ടി വന്ന, കാരണം പരീക്ഷകളിലെ പരീക്ഷ നടത്തിപ്പിലെ വീഴ്ചയാണല്ലോ ഇത് ഈ ഒരു സമരത്തിന് പ്രധാനമായിട്ടും കാരണമായത്. അപ്പൊ ആ സമരത്തിന് ഇതിലൂടെ തന്നെ മോദി സർക്കാരിന്റെ പരാജയം അല്ലെങ്കിൽ വീഴ്ചയും ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല, അത് പൂർണ്ണമായി നമുക്ക് പറയാനാകില്ല. കാര്യം വലിയൊരു ആശയം, അല്ലെങ്കിൽ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഇറക്കുക എന്ന ഒരു ലക്ഷ്യമൊന്നും CJP ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. അവർ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം, മന്ത്രിയെ മാറ്റണം, അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ മന്ത്രിയെ മാറ്റണം. ഇത് മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. പക്ഷെ അത് പ്രതിപക്ഷം കൂടി ഏറ്റെടുക്കുമ്പോഴാണ് ഇത് ഏത് തരത്തിലാണ് ഈ വിഷയം പോകാൻ പോകുന്നത് നമുക്കറിയില്ല. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മന്ത്രിയെ മാറ്റാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യമല്ലോ. ഒരുപക്ഷെ തയ്യാറാവുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ പരാജയവും, കാര്യം ആദ്യം അവഗണിച്ചതാണല്ലോ, CJPയുടെ വിജയവുമായിരിക്കും. മറുവശത്ത് അത്തരം ഒരു കൈവിട്ട കളിക്ക് BJP ഒരുങ്ങോ എന്ന് നമുക്കറിയില്ല. BJP ഒരുങ്ങുന്നപ്പുറത്തേക്ക് മോദി ആ കളിക്ക് നിൽക്കുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മോദിയുടെ പരാജയത്തിന്റെ തുടക്കമാണോ എന്ന് ചോദിച്ചാൽ, മോദി അത്രയ്ക്കൊരു ജനപ്രിയൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് എന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. മോദി നിന്നാൽ മോദി എഫക്റ്റിൽ 400 സീറ്റ് എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. പക്ഷെ 400 സീറ്റൊന്നും എത്തിക്കാൻ മോദി കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് മോദി എഫക്ട് ഇന്ത്യയിൽ ഇല്ല എന്ന്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും കൂടുതൽ വോട്ടാക്കിയത് രാമനെ വിറ്റ് കാശാക്കി
രാമനെ വിറ്റ് കാശാക്കുന്നില്ല, രാമന് ഇവരെ സ്വഭാവം മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഇവർ വലിയ പരാജയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ പോലും ഇവർ അയോധ്യയും രാമനെയൊക്കെയാണ് ഉയർത്തിക്കാട്ടിയത്. അങ്ങനെ എല്ലാ കാലവും അയോധ്യയും രാമനെയും വെച്ച് സാധാരണക്കാരെ ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാനാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതേ രാമക്ഷേത്രത്തിൽ നിന്നാണ് കൊള്ള നടന്നിരിക്കുന്നത്. അപ്പോൾ അതും വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ ആ ഒരു വിഷയം നിൽക്കുമ്പോൾ പഴയ പോലെ എളുപ്പമല്ല. അതുപോലെ തന്നെ മോദിക്കറിയാം ഈ വിദ്യാർത്ഥികളുമായി CJP എന്ന പാർട്ടി രൂപപ്പെടാൻ തന്നെ കാരണം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ പാറ്റകളെ പോലെയാണ് എന്ന ഒരു പരാമർശം, അതും കോടതിയിൽ നിന്നുണ്ടായ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഒരു പാർട്ടിയിലേക്ക് CJP എന്ന പാർട്ടി രൂപപ്പെടുന്നത്. അപ്പോൾ അതുപോലും ഒരു കാര്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം, പാറ്റകളെ പോലെ ഇന്ത്യയിലെ യുവാക്കളാകുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ പങ്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സർക്കാരിന് വ്യക്തമായ പങ്കുണ്ട്. ഇന്ത്യയിൽ നിൽക്കാൻ യുവാക്കൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യം അവസരങ്ങൾ ഒരുപാടുള്ള രാജ്യമാണ്, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന രാജ്യമാണെന്ന് പറയുന്നിടത്ത് ഒരു തരത്തിലും ജനാധിപത്യ മൂല്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ല, അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ നശിച്ച ഒരു ഏകാധിപത്യ രാജ്യത്ത് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ത്യയിൽ നിൽക്കാൻ യുവാക്കൾ ആരും തന്നെ തയ്യാറാകുന്നില്ല. കാര്യം ഇവിടെ അവസരങ്ങൾ കുറവാണെന്നുള്ളതായിരിക്കും. അപ്പൊ യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തത് സർക്കാരാണ്, അല്ലെങ്കിൽ അത് സർക്കാരിന്റെ വീഴ്ചയാണ്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്, അതിന് തൊട്ടു പിന്നാലെ CJP വരുന്നതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് പരീക്ഷാ ക്രമക്കേട്. ആദ്യമായിട്ടല്ല പരീക്ഷാ ക്രമക്കേട് ചോദ്യപേപ്പർ ചോർച്ചയൊന്നും ഉണ്ടാകുന്നത്. എന്നാൽ UGC എക്സാമുകളുടെ, നീറ്റ് എക്സാമുകളുടെ, CBSE എക്സാമുകൾ, ഇതെല്ലാ പരീക്ഷയും എല്ലാ പരീക്ഷയുടെയും ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, ഇതൊക്കെ ആകുമ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് സർക്കാരാണ്. എന്നിട്ടും ആ മന്ത്രിയെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്. ഈ സമരം എന്ന് പറയുന്നത് യുവാക്കൾക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല, യുവാക്കൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നില്ല, ഈ രാജ്യത്തിന് കൂടി വേണ്ടിയിട്ടുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പരാജയം തന്നെയാണ്. ഇനി മറുവശത്ത് ഇപ്പൊ വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പോയിട്ടുണ്ട്. കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഈ സമരത്തിൽ, അല്ലെങ്കിൽ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപപ്പെട്ടതിൽ ഒരു പരാജയ കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷം തന്നെയാണ്. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് അന്ന് ഈ സംഭവം ഉണ്ടായിട്ട് CBSE നീറ്റ് എക്സാം പരീക്ഷകളുടെ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായിട്ട് കുറേ ദിവസങ്ങളായി, ഇപ്പൊ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അന്നൊന്നും പ്രതിപക്ഷം ഇതിന് സമരം ചെയ്യാനോ പ്രതിഷേധിക്കാനോ കാര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തും ഒരു തുടക്കം എന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി പല സ്ഥലത്തും സമരങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ആ സമരങ്ങൾ എവിടെ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ എവിടെ പകുതി വഴിയിൽ ഇട്ടിട്ട് പോയി. നമുക്കറിയാം പല വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട് ജനപിന്തുണ ഉള്ളതാണ്, ജനശ്രദ്ധ ആകർഷിക്കുന്നതാണ്. പക്ഷെ അത് എവിടെയും കൊണ്ട് എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി പലപ്പോഴും ആ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. യുവാക്കൾക്ക്, ഞാൻ വിശ്വസിക്കുന്നത് യുവാക്കൾക്ക് നരേന്ദ്രമോദിയോടുള്ളതിനേക്കാൾ ഇഷ്ടവും സ്നേഹവും രാഹുൽ ഗാന്ധിയോടാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് രാജ്യത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിജയിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാജയമാണ്. CJP പോലൊരു പാർട്ടി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പഴയ പോലെ അല്ല, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ശക്തമായതാണ്. അതിന്റെ അകത്ത് പ്രതിപക്ഷത്തിൽ ഏറ്റവും ശക്തിയുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. എന്നിട്ടും കോൺഗ്രസ് യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് CJP രംഗത്ത് വന്നത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് CJP പിന്തുണയ്ക്കുക, അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് ഗുണമേ ഉണ്ടാക്കൂ. അതുപോലെ തന്നെ രാജ്യത്തിൽ കോൺഗ്രസിനോടുള്ള, അല്ലെങ്കിൽ ഈ നേതാക്കളോടൊക്കെ ഉള്ള ഒരു സ്നേഹം കൂടുകയും ചെയ്യും. കാര്യം സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി മറുവശത്ത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ ആവശ്യമെന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തത് കൊണ്ട് ചിലപ്പോൾ മോദി രാജിവെക്കണം എന്നുള്ള രീതിയിലോട്ടൊക്കെ ഇത് പോകുമായിരിക്കാം. എന്നാൽ സമരക്കാർ, CJPയിലെ ആവശ്യം എന്ന് പറയുന്നത് മന്ത്രിയെ മാറ്റണം. പക്ഷെ മന്ത്രിയെ മാറ്റുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് മന്ത്രിയെ മാറ്റിയെങ്കിൽ ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോകില്ലായിരുന്നു, ഒരു സമരത്തിലേക്ക് ഒന്നും പോകില്ലായിരുന്നു. മാതൃകാപരമായി കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു എന്ന് പറയേണ്ടി വരും. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. മന്ത്രിയെ മാറ്റി മറ്റൊരു മന്ത്രിസ്ഥാനം നൽകുമെന്നൊക്കെ ചർച്ചകൾ ഉണ്ടായെങ്കിലും ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അത്ര എളുപ്പമല്ല മന്ത്രിയെ മാറ്റാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പരാജയം, അല്ലെങ്കിൽ പരാജയം എന്നല്ല, BJP വിചാരിച്ച രീതിയിൽ ഒരു വിജയം ഉണ്ടാകാതിരുന്നപ്പോഴും BJPയെ ചേർത്ത് പിടിച്ച മണ്ഡലം, അല്ല ചേർത്ത് പിടിച്ച സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ മന്ത്രിയെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നരേന്ദ്രമോദി അതിന് തുനിയോന്നൊന്നും നമുക്കറിയില്ല. കാര്യം തുനിയാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഇന്ത്യയിലെ യുവാക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഈ പ്രതിഷേധിക്കാൻ എത്തുന്നില്ല, അതാണല്ലോ ഈ സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായത്. ഇപ്പൊ എന്തായാലും സംഭവങ്ങളിലൊക്കെ മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ യുവാക്കൾ പ്രതിഷേധിക്കാൻ അറിയുന്നവരാണ്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് എന്നൊക്കെ അറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് മാത്രമല്ല, ഇത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കേരളത്തിലേക്കും വന്നു എന്നുള്ളൊരു, അതായത്
CJPയുടെ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കൊച്ചിയിൽ, കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രതിഷേധം നടന്നതായിട്ട് കണ്ടു. ഇന്നലെ രാത്രി പ്രതിഷേധം നടന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമരം കുറച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നതിന്റെ ഇത് കൂടിയാണ് കാണുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇനി മറ്റ് സംസ്ഥാനങ്ങളും ഇത് ഏറ്റെടുക്കുമെന്ന് അറിയില്ല. കാരണം പ്രധാനപ്പെട്ട നഗരങ്ങൾ ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത അങ്ങനെയുള്ള മുംബൈയിലൊക്കെ മാറി ഇത് പ്രചരിച്ചു തുടങ്ങുകയാണെങ്കിൽ BJPക്ക് വൻ തിരിച്ചടിയാവുമെന്നുള്ളൊരു വസ്തുതയല്ലേ? അല്ല, തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോ എന്ത് നിലപാട് മന്ത്രിയെ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ ഈ പ്രശ്നം ഏകദേശം പൂർണ്ണമായി തീരില്ലെങ്കിലും ഒരു വിധത്തിൽ ഈ പ്രശ്നം കഴിയുമെന്ന് നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ജനാധിപത്യ രാജ്യമെന്ന്. പക്ഷെ ജനാധിപത്യ രാജ്യമാകുമ്പോൾ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകളെ നേരിടേണ്ട രീതി ഇതല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാർ. കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള PC വിഷ്ണുനാഥ്, MP ഡീൻ കുര്യാക്കോസിനെയൊക്കെ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്, അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കം ചെയ്ത്. അപ്പോൾ അത്തരം രീതിയിലാണോ സമരക്കാരെ നേരിടേണ്ടത് എന്ന് സർക്കാർ ഒന്ന് ചിന്തിക്കണം. കാര്യം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ സർക്കാർ എടുക്കേണ്ട നിലപാട്, സർക്കാരിന് തെറ്റുപറ്റിയോ ഇല്ലയോ, മന്ത്രിയെ മാറ്റും, ഇതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. സമരം ചെയ്ത് നിരാഹാരം കിടന്നും സമരം ചെയ്തും സ്വാതന്ത്ര്യം വാങ്ങിയ ഒരു രാജ്യത്ത് സമരം ചെയ്യുകയാണ് എങ്കിൽ, പാറ്റകളെ പോലെ ഇരുന്ന യുവാക്കൾ തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലല്ല സർക്കാർ നേരിടേണ്ടത്, അല്ലെങ്കിൽ പോലീസ് നേരിടേണ്ടത്. അത് പോലീസിന് വ്യക്തമായ നിർദ്ദേശം കൊടുക്കണം. ഈ ഒരു തരത്തിലല്ല യുവാക്കളെ അല്ലെങ്കിൽ സമരക്കാരെ നേരിടേണ്ടെന്നുള്ളത്. ഇതേ രീതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസിന് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയും. ഈ യുവാക്കളോടുള്ള സ്നേഹത്തിനപ്പുറം ഇതിനെങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്നായിരിക്കും കോൺഗ്രസ് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് BJP തന്നെ BJPയുടെ കുഴി തോണ്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കി വെക്കരുത്.